മലയാളി അല്ലെങ്കിൽ കൂടി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സജീവമായി അഭിനയിച്ച നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. തനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലെന്നും ഇനി പഠിക്കാൻ ഉദ്ദേശമില്ലെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു. മാത്രമല്ല, നടി അമല പോളുമായി വഴക്കുണ്ടായിരുന്നു എന്ന വാർത്തകളോടും ലക്ഷ്മി ഗോപാലസ്വാമി പ്രതികരിക്കുന്നുണ്ട്. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ലക്ഷ്മി ഗോപാലസ്വാമി അമല പോളുമായുള്ള വിവാദത്തെക്കുറിച്ച് പ്രതികരിച്ചത്. നേരത്തെ ഫഹദ് ഫാസിലിനെ നായകനാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിൽ അമല പോളും ലക്ഷ്മി ഗോപാലസ്വാമിയും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വേളയിലാണ് ഇരു താരങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതെന്നായിരുന്നു ചില വാർത്തകൾ സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ ഗോസിപ്പുകളൊക്കെയും ലക്ഷ്മി ഗോപാലസ്വാമി പൂർണ്ണമായും തള്ളിക്കളയുകയാണിപ്പോൾ. അമല പോളുമായി തനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നും തങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാണ്, അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത് പോലും തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അത് തെറ്റായ ഒരു വാർത്തയാണെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പ്രതികരിക്കുന്നു. അതോടൊപ്പം തന്നെ തനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലെന്നും ഇനി അത് പഠിക്കാൻ ഉദ്ദേശമില്ലെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നുണ്ട്. നമുക്ക് ചുറ്റും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്നാണ് നടി ഇതിന്റെ കാരണമായി പറഞ്ഞത്. താൻ ലിറ്ററേച്ചർ, ഡാൻസ് ടീച്ചറൊക്കെയായി ഫ്രണ്ട്സുമായുള്ള ലോകത്തിലാണെന്നും അതിനിടയിൽ മോശമായ ഗോസിപ്പുകൾ കേൾക്കാൻ കഴിയില്ല. മലയാളത്തിലെ ഓരോ ഹീറോസുമായി ചേർത്താണ് ഗോസിപ്പുകൾ ഇറങ്ങുന്നതെന്നും ചിലരൊക്കെ ഇത്തരം ഗോസിപ്പുകളുടെ സ്ക്രീൻഷോട്ടുകൾ തനിക്ക് അയച്ചു തരാറുണ്ടെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു. മാത്രമല്ല, ഇതിനകം തന്നെ പല തെറ്റായ വാർത്തകളും തന്നെ കുറിച്ച് വന്നിട്ടുണ്ട്. ചിലപ്പോൾ തന്റെ കല്യാണം തീരുമാനിച്ചു, അതുമല്ലെങ്കിൽ ഒരു നടനുമായി വിവാഹം ഉറപ്പിച്ചു എന്ന തരത്തിലായിരുന്നു അതൊക്കെയെന്നും മലയാളം വായിക്കാൻ അറിയുമെങ്കിൽ താൻ അതൊക്കെ വായിക്കും, ചുമ്മാതെ എന്തിനാണ് അതിന് നിൽക്കുന്നത് എന്നാണ് നടി പറയുന്നത്. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ചും താരം മനസ്സ് തുറന്നു. നായികമാർക്കും കാരവാൻ സൗകര്യം ഒരുക്കണമെന്ന് താൻ അമ്മ മീറ്റിംഗുകളിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടെന്നും സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾക്കും കാരവാൻ കൊണ്ടുവന്നത് സ്ത്രീ അഭിനേതാക്കളുടെ സുരക്ഷയ്ക്കും മറ്റും വേണ്ടിയാണെന്നും താരം പറയുന്നു. കാരണം ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ വേണം. ചിലപ്പോഴൊക്കെ കാരവാനിൽ ഇരിക്കുന്നത് ബോറടിക്കും. 15 വയസ്സ് മുതൽ താൻ ഡ്രൈവ് ചെയ്യുമെന്നും പിന്നെ ലോൺ എടുത്ത് തനിക്കായി താൻ ഒരു കാറ് വാങ്ങിയെന്നും ടീച്ചിങ് എന്നതിൽ താൻ മികച്ചതാണ്, പക്ഷെ ദിവസവും കൃത്യമായി ക്ലാസ് എടുത്ത് കൊടുക്കുക എന്നത് തനിക്ക് സാധ്യമാകില്ല എന്നും അതുകൊണ്ടാണ് നൃത്തം പഠിപ്പിക്കാൻ താൻ സ്കൂൾ തുടങ്ങാത്തതെന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നതുകൊണ്ടാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എപ്പോഴും നേരിടേണ്ടി വരുന്നതെന്നും മറ്റ് രാജ്യങ്ങളിലായിരുന്നുവെങ്കിൽ ഇത് കേൾക്കേണ്ടി വരലായിരുന്നുവെന്ന് തോന്നിയിട്ടുണ്ടെന്നും പിന്നെ ഇപ്പോൾ അത്തരം ചോദ്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്നും താരം പറയുന്നുണ്ട്. അതുപോലെ നടൻ ജയറാമിന്റെ കുടുംബവുമായുള്ള അടുപ്പത്തെക്കുറിച്ചും ലക്ഷ്മി ഗോപാലസ്വാമി സംസാരിക്കുന്നുണ്ട്. അതേസമയം മലയാളികളുടെ പ്രിയ നായികമാരിൽ ഒരാളാണ് ലക്ഷ്മി ഗോപാലസ്വാമി. അഭിനേത്രി എന്നതിലുപരി ഒരു നല്ല നർത്തകി കൂടിയായ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ആദ്യ മലയാള സിനിമ മമ്മൂട്ടി ചിത്രം അരയന്നങ്ങളുടെ വീടാണ്. മലയാളത്തിൽ ലക്ഷ്മി ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങൾ സംഭവിച്ചിട്ടുള്ളത് നടൻ ജയറാമിനൊപ്പമാണ്. കുടുംബ ചിത്രമായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലെ ലക്ഷ്മിയുടെ സീനുകളും നൃത്തവും ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ്. ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.